ഫാമിലിയും കുട്ടികളെയും കയ്യിലെടുക്കാൻ ദിലീപേട്ടൻ കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ. ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ദിലീപേട്ടനെ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്, ഒരു ചിലപ്പോൾ വല്ല പ്രൊമോയ്ക്കോ എന്തെങ്കിലും പറയണതായിരിക്കും, എന്നാൽ പോലും ആ ടി വി ഓഫ് ചെയ്യാനോ എണീറ്റ് പോകാനോ അമ്മയച്ഛനും എത്ര ചീത്ത പറഞ്ഞാലും മാറാത്ത എത്രയോ കുട്ടികളെ എനിക്കറിയാം. ഒരു വല്ലാത്തൊരു ക്രേസാണ് അവർക്ക് ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ. എന്ത് സിനിമ ദിലീപേട്ടൻ്റെ വന്നു പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ലായിരിക്കാം ചിലപ്പം, പക്ഷെ അവർക്ക് കണ്ടിരിക്കണം. ഒരു വല്ലാത്തൊരു മാഗ്നറ്റിക് പവർ ഉണ്ട്. കണ്ണു പ്ലീസ് കേട്ടോ, അല്ല ടച്ച് വിട്. അത് ശരിക്കും അതെന്താ ദിലീപേട്ട അങ്ങനെ ഒരു ദിലീപേട്ടൻ്റെ ഒരു കെമിസ്ട്രി അങ്ങനെ ഉണ്ടാക്കാൻ അങ്ങനെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണത്. അതിൽ വലിയ കെമിസ്ട്രി ഒന്നുമില്ല. എനിക്ക് പിള്ളേരെ ഇഷ്ടമാണ്. കാരണം പിള്ളേരുടെ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മോളെ വരെ ഇതുവരെ ഞാൻ തല്ലിയിട്ടില്ല. കാരണം വെച്ചാൽ അവർ വേദനിക്കുന്നത്, അവർ കരയുന്നതൊക്കെ ഭയങ്കര കുഴപ്പമാണ്. നമ്മൾ അത് കാരണം അവരൊന്നും അറിയാത്ത പ്രായവും അവർ സന്തോഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് എന്ത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കിട്ടണം എന്ന് വിചാരിക്കുക. കാരണം ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊന്നും ആ സമയത്തൊന്നും നടത്തി തരാൻ അവസ്ഥകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിപ്പോൾ ആഗ്രഹങ്ങളും ഇതുമെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണമുള്ള വീട്ടിലെ കുട്ടികൾക്കും ഉണ്ടാവും, പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ കുട്ടികൾ എന്ന് പറയുന്നതിനെ അതിനെ വേറെ ഇതാക്കിയിട്ട് കാണുന്നൊരു ഇതില്ല. എനിക്കെന്തോ അതാണ് നമ്മൾ ഈ കുട്ടികളുടെ സ്വഭാവത്തിൽ ചിന്തിക്കുകയും. അതുകൊണ്ട് തന്നെയാണ് ദിലീപേട്ടൻ ഓരോ മൂവി ചെയ്യുമ്പോഴും കുട്ടികളെ ശരിക്കും ആ ഒരു കാറ്റഗറിനെ ഒരു ശരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മാതാപിതാവ് എന്ന് പറയുന്നത്, മാതാപിതാക്കൾ എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്? കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ള ഒരു കാര്യം, വളർത്തിയെടുക്കണം. അവർക്ക് നല്ല കാലം സംഭവിച്ചു അവർ നന്മ വരുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു സന്തോഷം തീർച്ചയായിട്ടും അല്ലേ? അതൊരു സൈക്കിൾ പോലെയാണ്, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സി.ഐ.ഡി. മൂസ എന്ന് പറഞ്ഞ സിനിമ കണ്ട കുട്ടികൾ അന്ന് എനിക്ക് തോന്നുന്നത് അവരാണ് ഇന്നത്തെ യങ് ജനറേഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മേളിലേക്ക് അന്നത്തെ യങ് ജനറേഷൻ എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ ശരിക്കും ഫാമിലിയിലേക്ക് ആയി കഴിഞ്ഞു. കാരണം അവർക്ക് ഭാര്യയായി, കുട്ടികളായി, അങ്ങനെയൊക്കെ പറയുന്ന രീതികളുണ്ട്. അപ്പം നമ്മളെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സിനിമ. കാരണം ഞാൻ മിമിക്രിയിൽ നിന്ന് വന്നു, അത് കഴിഞ്ഞിട്ട് കുറേ കാലം അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, പിന്നെ വന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ സൈലൻറ്റ് ഫാൻസാണ് കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചിലപ്പോൾ ഒരു ഫംഗ്ഷനുമായി അവിടെ ബഹളം, അല്ലെങ്കിൽ ഒരു വലിയൊരു മൈതാനത്ത് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ ബഹളുണ്ടാക്കാനും കാര്യങ്ങൾ ചിലപ്പോൾ, കാരണം എല്ലാവരും ആ ഒരു സന്തോഷത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാരോട് ചോദിച്ചു നിങ്ങൾക്ക് കൂടുതൽ സൈലൻറ്റ് ഫാൻസ് അല്ല. അപ്പോൾ ആദ്യം ഞാൻ എന്ന് ചോദിച്ചു. അപ്പോഴാണ് വെച്ചാൽ ബഹളുണ്ടാക്കല്ലേ നിങ്ങളുടെ ഒരു സ്ഥലത്ത് നമ്മളെ കാണുമ്പോഴേക്കും ഇവർ സ്വന്തം വീട്ടിലെ ആളിനെ കാണുന്ന പോലെയുള്ള വലിയ സന്തോഷം ഉണ്ടാവും. വന്നിട്ട് നമ്മളോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം ഞാനൊക്കെ പണ്ടെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പെൺകുട്ടികളോട് സംസാരിക്കില്ലായിരുന്നു. ആ നാണവും അതുപോലെ ആകെ ടെൻഷനാവുക. ഇന്നിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോടും ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ സിനിമകളിലൂടെയാണ് അവരെന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവരോട് ഞാൻ വളരെ ഓപ്പണായിട്ട് പെരുമാറുകയും സംസാരിക്കുന്നത് വെച്ചാൽ അവർക്ക് ഞാൻ അന്യനല്ല. പക്ഷെ അവരോട് വേറെ തരത്തിൽ പെരുമാറി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ കാണിക്കാൻ പാടില്ല, അതവർക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അപ്പോൾ ദിലീപേട്ടൻ നമ്മുടെ ഇപ്പോഴും കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദിലീപേട്ടൻ എന്തെങ്കിലും ചെയ്താൽ കുട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അവർക്കൊരു ചെറിയ ഓണസമ്മാനം, അവരൊന്ന് ചിരിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു എന്തോ അത് വേണ്ട ദിലീപേട്ട. ചിരിപ്പിക്കാനായിട്ട് ഈ ഓണക്കാലത്ത് അവർക്ക് വേണ്ടിയിട്ട് പല സിനിമകൾ ചാനലിലുണ്ട്. അതാണ്, അല്ലാണ്ട് പെട്ടെന്ന് എന്നോട് ചിരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ ചിരിപ്പിക്കാൻ. പക്ഷെ പണ്ട് ദിലീപേട്ടൻ്റെ അടുത്ത് ഒരു കോമഡി ചെയ്യൂ അല്ലെങ്കിൽ ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പല്ലേ. പക്ഷെ ഇപ്പം ആ ഒരു ഫ്ലോ പോയി. ഞാനിപ്പോ ചെയ്യാറില്ല അങ്ങനെ. അതിന്റെ പെർഫെക്ഷനിലൊന്നുമില്ല. നമ്മൾ വെറുതെ കാണിച്ചിട്ട് ഇയാൾക്ക് ഇത് തന്നെ പണി, ഇയാൾ ശരിയാണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ്. കാരണം കൊച്ചു കുട്ടികൾ മുതൽ അവരുടെ ടാലന്റ് ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ വന്ന് നന്നായി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയും ഭംഗിയോടെയാണ് ഓരോ കുട്ടികളും അവരവരുടെ കഴിവുകൾ സ്റ്റേജിൽ, ഇപ്പോൾ റിയാലിറ്റി ഷോസ് അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ നമുക്ക് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നുന്നു. വെച്ചാൽ നമ്മൾ അത്ഭുതത്തോടുകൂടി നോക്കിയിരിക്കുന്ന അവരുടെ മുമ്പിൽ നമ്മൾ സിനിമകളിലൂടെ അവർ ചിരിപ്പിക്കുന്ന, അവർ രസിക്കുന്നുണ്ട്. അത് നമ്മൾ എന്താ പറയുക, ഇതിനകത്തൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ്.
ഞാൻ അവരെയും ഒരുപാട് ഇഷ്ടം. കാരണം അത്ര ടാലൻ്റാണ്. അതിന് ഈ പല റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് ജഡ്ജൊക്കെ വല്ല ഇതിനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അതിന് വിളിക്കണ്ട, സമ്മാനം കൊടുക്കാൻ വേണമെങ്കിൽ വരാം. കാരണം അങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ള അതല്ല ആ കുട്ടി. തനിക്ക് അവിടെ ഒരു സംഭവം അത് ശരിയായില്ല, ഇതൊന്ന് അങ്ങനെ ചെയ്തു, മറ്റൊന്ന് കടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി പറയണേ, ചേട്ടനൊന്ന് വന്നിട്ട് അതൊന്ന് കാണിച്ച് എൻ്റെ ചെറിയ സാധനം എന്ന് പറഞ്ഞു. നമ്മുടെ രീതികളൊക്കെ വേറെ. അപ്പോൾ പല സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പം. അവർക്ക് അതുപോലത്തെ വേദികളുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും പഴയ പോലെയൊന്നുമല്ല. കുട്ടികളോട്, ഭ്രാന്തന്മാരോട് അങ്ങനെ കുറച്ച് ആൾക്കാർ സെറ്റപ്പ് ഉണ്ട്. അതൊക്കെ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ തട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പൊക്കോട്ടെ. പ്ലീസ് കുട്ടിയല്ലേ. ദിലീപേട്ടന്റെ മൂവി നമുക്ക് ഇനി കണ്ടു രസിക്കാം അല്ലേ. അല്ല, ദിലീപേട്ടനും നേരത്തെയൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ, കോമഡി പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടാല് ദിലീപേട്ടന്റെ തുടക്ക സമയത്തൊക്കെയാണെങ്കിലും ഇന്നസെന്റ് അവരൊക്കെ പെട്ടെന്ന് ഓരോ താരങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ അപ്പം പെട്ടെന്ന് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ദിലീപേട്ടൻ ഇപ്പോൾ വെറുതെ റിലാക്സ് ചെയ്ത് ഹോട്ടലിലൊക്കെ ഇരുന്ന് TV കാണുകയൊക്കെ ചെയ്യുമ്പം ഒരു സീനിൽ എന്തെങ്കിലുമൊക്കെ ഓരോ ആക്ടേഴ്സിനെ കാണുമ്പോൾ ട്രൈ ചെയ്യാൻ പോലും തോന്നാറില്ലേ ദിലീപേട്ടന്? ഒരു 8-10 വർഷം ഞാൻ കണ്ടിന്യൂസ് മിമിക്രി ചെയ്തിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് സിനിമയിൽ വന്നപ്പോൾ എൻ്റെ ആദ്യകാല സിനിമകൾ വരെ എടുത്ത് നോക്കിയാൽ കാണാം, നമ്മൾ ഏതെങ്കിലും കഥാപാത്രം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ സീനിയേഴ്സ് ചെയ്തു വെച്ച കഥാപാത്രങ്ങളും കാര്യങ്ങളും പെട്ടെന്ന് ഓടി വരും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അനുകരണം എന്ന് പറയുന്നത് നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ കയ്യിൽ വരും. ഇപ്പോഴും ഞാനൊരു പെർഫെക്റ്റ് ആക്ടറാണെന്നൊന്നും അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പോഴും ചിലപ്പോൾ വന്നേക്കാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടന്മാരെ നമ്മൾ അവരുടെ സിനിമകൾ കാണുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എൻ്റേതായിട്ട് എന്തോന്ന് തപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ അങ്ങോട്ട് പതുക്കെ നമ്മൾ കട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ആ രീതിക്കുള്ള പെർഫെക്ഷനും കാര്യങ്ങളും. പക്ഷേ പിന്നെ ഒരു കാര്യം ഉണ്ടായതെന്ന് വെച്ചാൽ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമകൾ ചെയ്യുന്ന സമയത്ത് തമാശയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാ ആക്ടേഴ്സ് വന്നിട്ട് വേറെ സെറ്റിലെ തമാശകളും വേറെ സെറ്റിലെ ഡയറക്ടേഴ്സിനെ അനുകരിക്കലും അവിടുത്തെ തമാശകളൊക്കെ കാണിക്കുകയും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്നിട്ട് അതിൻ്റെ കൂടെ ചിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കമൽ സാറ് അതിൻ്റെ കൂടെ കമൽ സാറും ചിരിച്ചു. അത് കഴിഞ്ഞ് കമൽ സാറ് പോയി കഴിഞ്ഞപ്പോൾ, അല്ല ഇവർ പോയി കഴിഞ്ഞപ്പോൾ കമൽ സാർ പറഞ്ഞു, അടുത്ത സെറ്റിലെ കോമാളി ഞാനായിരിക്കും, കാരണം വേറെ സെറ്റിൽ ചെയ്യും. അത് കഴിഞ്ഞ് എന്നെ നോക്കിയിട്ട്, നീയൊക്കെ മൊത്തം ചായ ഇടും, നീക്ക് ഇത് തന്നെ ചെയ്യായിരിക്കും. ഞാൻ പറഞ്ഞു, ഒരിക്കലല്ലേ സാർ, ഞാനൊരിക്കലും ഒരു സംവിധായകനെയും ആരെയും വേറെ സെറ്റിൽ ചെന്ന് കളിയാക്കൂല എന്ന് ഞാൻ അവിടെ വെച്ച് പറയും. പിന്നെ ഞാനത് ആ ഒരു വേർഡ് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യാൻ, മീൻസ് അത് പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ മനഃപൂർവ്വം വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ഞാൻ എന്നെ എൻ്റെ ഒരു ഇതിൽ വന്നിട്ടില്ല. കാരണം വെച്ചാൽ നമുക്കറിയാം ഓരോ സംവിധായകർക്ക് അവരുടെ ശൈലിയുണ്ട്, ഓരോ കാണുന്ന ഏതൊരാൾക്കും അവരുടേതായ മാനറിസം കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, അത് നമ്മൾ അറിയാണ്ട് നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. ചിലതൊക്കെ മനഃപൂർവ്വം തന്നെ കട്ട് ഓഫ് ചെയ്ത് കളയും, എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എവിടെയെങ്കിലും ഇത് റിപ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ആ സംഭവങ്ങൾ നമ്മളിപ്പോൾ അത് ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ നോക്കി വെക്കുന്നത് നമുക്ക് കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒബ്സർവേഷൻ കപ്പാസിറ്റി നമുക്ക് വളരെ നല്ലതാണ്. അത് നമ്മൾ അറിയാണ്ട് നമ്മുടെ ആ ഡിസ്കിൽ ഫീഡ് ചെയ്ത് വെക്കുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കത് ഉപകാരപ്പെടാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ മിമിക്രി അനുകരണം എന്ന് പറയുന്നത് ചിലൊരു വക്രിച്ച് കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് നമ്മൾ അനുകരിച്ച് അങ്ങോട്ടും കളിയാക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടാവൂല. പിന്നെ അത് മൈൻഡിൽ കിടന്നിട്ട് വെറുതെ ഒരു ശത്രുത. അതെ പിന്നെ ഇതിനാണ്ട് വെറുതെ അല്ലേ.